റവയും പഴവും കൊണ്ട് ഫ്രൈ പാനിൽ 10 മിനിറ്റിൽ തയ്യാറാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ള അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചോറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉടനെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ കട്ടകളില്ലാതെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം തേങ്ങാക്കൊത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഒരുപാടിട്ടങ്ങ് പഴമങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിവിടെ പഴമെല്ലാം കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് ഞാനിവിടെ ഗാർണിഷ് ചെയ്യാൻ മാത്രമേ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുള്ളൂ. ബാക്കി ആ പാനിൽ തന്നെ വെച്ചിരിക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് നമ്മൾ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒരു 1/4 ടീസ്പൂണും താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പലഹാരം തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ബേക്കിംഗ് സോഡ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പഴം വെച്ചിട്ടുള്ള ആ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങാക്കൊത്തും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പഴവും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്.